കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഇറങ്ങിവരൽ എന്നാണ്. നമുക്ക് ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തു കാണിച്ചു തന്നു. ഓരോ അവതാരങ്ങളും ഇവിടെ അവതരിച്ച് ഇറങ്ങി വരുമ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ഓരോ ആയുധങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഈ പത്രങ്ങളിലെ ആയുധങ്ങളല്ല നമുക്കിവിടെ ആവശ്യം. രാമൻ്റെ കയ്യിൽ അമ്പുല്ലുമായിരുന്നു, മൈപുത്രനായ ഹനുമാൻ്റെ കയ്യിൽ ഗദയായിരുന്നു, ഭീമൻ്റെ കയ്യിൽ ഗദയായിരുന്നു, മുരുകൻ്റെ കയ്യിൽ വേലായിരുന്നു. അങ്ങനെ ഒരുപാട് ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യൻ അവതാരം കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ കയ്യിലും ഓരോ ആയുധങ്ങൾ വന്നു തുടങ്ങി. വിശ്വനാഥൻ്റെ കയ്യിലേക്ക് ചെസ് ബോർഡ് കയ്യിലേക്ക് വന്നു, സെറീന വില്യംസിൻ്റെ കയ്യിൽ ബാറ്റോട് കൂടിയായിരുന്നു ക്ഷീണം, മറഡോണ അതുപോലെ പന്തോട് കൂടിയായിരുന്നു. ഇവിടെ സച്ചിൻ വീണ്ടും അതേ ക്രിക്കറ്റ് ബാറ്റായിട്ട് തന്നെ ജന്മം കൊണ്ടു. അങ്ങനെ ഓരോരുത്തർക്ക് അഭിമാനമായിട്ടാണ് ഓരോ ഉപകരണങ്ങളുമായി ആയുധങ്ങളുമായി അവർ ഭൂമിയിലേക്ക് അവതരിക്കുന്നത്. അത് നാടിന് അഭിമാനമാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അവർ അഭിമാനത്തോടെ ഇപ്പോൾ സ്ലേറ്റും പെൻസിലും ബുക്കും പേനയും പേപ്പറുമായിട്ട് അവതരിക്കുകയാണ്. പഠിക്കുകയാണ് ആദ്യത്തെ ഉദ്ദേശം. നല്ല പഠന ബുദ്ധിയോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്ന കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ കുട്ടികൾക്കും സൂപ്പർ കിഡ്സിലേക്ക് എൻ്റെ നമോവാണ്. നവീൻ കിഷോർ, ഹായ്. പ്രാർത്ഥന, ഹായ്. അദ്വൈത്, ഹായ്. സിഹാൻ സുനിൽ, ഹായ്. സൂപ്പർ കിഡ്സിന്റെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ രസകരമായ നിമിഷങ്ങൾ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം, ഇല്ലേ? കേരള നാട്ടിൽ പിറന്നോരേ, കേരമരങ്ങൾ കാത്തോരേ, കേരളം എന്നൊരു നാടിന്റെ 14 ജില്ലകൾ അറിയണ്ടേ. പേരെന്താണ്? സിയാൻ സുനിലുള്ള നാടിന്റെ പേരെന്താണ്? നമ്മുടെ നാടിന്റെ പേരെന്താണ്? നമ്മുടെ നാടിന്റെ പേരെന്താണ്? കൊല്ലം ജില്ല. നമ്മുടെ നാടിന്റെ പേരെന്താണ്? കൊല്ലം ജില്ല. നമ്മുടെ നാടിന്റെ പേരെന്താണ്? കേരള നാട്ടിൽ പിറന്നോരേ. നമ്മുടെ നാടിന്റെ പേരെന്താണ്? കേരള നാട്ടിൽ പിറന്നോരേ, കേരമരങ്ങൾ കാത്തോരേ, കേരളം എന്നൊരു നാടിന്റെ. നമ്മുടെ നാടിന്റെ പേരെന്താണ്? കേരള നാട്ടിൽ പിറന്നോരേ, കേരമരങ്ങൾ കാത്തോരേ, കേരളം എന്നൊരു നാടിന്റെ. നമ്മുടെ നാടിന്റെ പേര് കൊല്ലം ജില്ല. കൊല്ലം ജില്ല. നമ്മുടെ നാടിന്റെ പേര് കൊല്ലം ജില്ല. അത് എല്ലാം കൊല്ലമായതുകൊണ്ടും എല്ലാം കൊട്ടാരക്കര കുണ്ടറയായതുകൊണ്ടും കൊല്ലം വിട്ടുള്ള ഒരു കളി നമ്മൾ തയ്യാറല്ല. നമ്മുടെ നാട് കൊല്ലമല്ല, നമ്മുടെ നാട് കേരളം. കേരളത്തിൽ പിന്നെ നമ്മുടെ താമസിക്കുന്ന സ്ഥലം കൊല്ലം. എവിടെയാണ് മോൻ താമസിക്കുന്നത്? കുണ്ടറ ജോണിച്ചേട്ടന്റെ വീടിന്റെ അടുത്താണ്. അവിടെ ഒരു താരമുണ്ട്. മോളെവിടെയാണ്? ഓടനാവട്ടം. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരു എന്ത് നൽകാം? ഉമ്മ കിട്ടാം. അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നവർക്ക് സമ്മാനമില്ല. അച്ഛന് ഉമ്മ കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അച്ഛന് കൊടുക്കുന്നവർക്ക് സമ്മാനമില്ല. ഉമ്മ കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉമ്മ കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? സമ്മാനമില്ല. രണ്ടുപേർക്കും ഉമ്മ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നിൽക്കണത്? അച്ഛനും ഉമ്മ കൊടുത്താൽ പോരാ, അമ്മയ്ക്കും ഉമ്മ കൊടുത്താൽ പോരാ, രണ്ടുപേർക്കും ഉമ്മ കൊടുക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാണ് സമ്മാനം ഇല്ലാത്തത്. ബാക്കി എല്ലാവർക്കും സമ്മാനമുണ്ട്. അപ്പൊ ചോദ്യം നമുക്ക് തുടങ്ങാം. ആരാ കൂടെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും ചേട്ടനും അമ്മയും. അച്ഛനും അമ്മയും ചേട്ടനും അമ്മുമ്മയും. അച്ഛന്റെ പേരെന്താണ്? കിഷോർ. കിഷോർ. നന്ദകിഷോരാഹരി. അമ്മയുടെ പേരോ? അഞ്ജന. 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 ഒരാന, രണ്ടാന, മൂന്നാന, നാലാന, അഞ്ചാന. അഞ്ചാന ആണ് വന്നിരിക്കുന്നത്. അഞ്ജന. അഞ്ജന കണ്ണെഴുതി, അനിലത്താലി ചാർത്തി, അപ്പുരവാദിയിൽ ഞാൻ കാത്തിരിക്കും. അമ്മയെ അച്ഛനെയും കാത്തിരിക്കാറുണ്ടോ? എപ്പം? രാത്രി ഒരുപാട് വൈകും. അച്ഛൻ എവിടെ പോകുന്നു ഈ രാത്രി? രാത്രിയിലല്ല, ഒന്ന് രാവിലെ കടയിൽ പോയിട്ട് രാത്രി വരും. അച്ഛൻ എന്താ ജോലി? തുണിക്കട. അപ്പൊ തുണിക്കൊരു ക്ഷാമവും ഇല്ല. ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതിൽ രണ്ടാമത്തെ കാര്യം കിട്ടി. നീ ആഹാരത്തിന് മുട്ടുണ്ടോ എന്ന് അറിയാൻ അച്ഛന് തുണിക്കടയിൽ നിന്ന് കാശൊക്കെ കിട്ടുന്നുണ്ടോ? ഈ കാശൊക്കെ ആരുടെയിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്? അതൊക്കെ ഇല്ലേ, അച്ഛന്റെ കടയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഹാരമുണ്ട്, അവിടെ നിന്ന് കിട്ടാനുള്ള വകയുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടം. വീട് എവിടെയാണ്? വീട് കുണ്ടവ. സ്വന്തം വീടാണോ അത്? അച്ഛന്റെ യഥാർത്ഥ വീട് ഹരിപ്പാട്. അച്ഛന്റെ യഥാർത്ഥ വീട് ഹരിപ്പാട്. ഹരിപ്പാട് ഒരു നാട് ഇല്ലേ? ജീവിക്കണത് ചാപ്പാട്, കിട്ടിയില്ലെങ്കിൽ ഊപ്പാട്, കഷ്ടപ്പാട്, വെളിപാട്. അമ്മയുടെ കുണ്ടവ. നമുക്ക് അങ്ങനെ തന്നെ വേണം.
അച്ഛൻ്റെ വീട് ഹരിപ്പാട്, മര്യാദക്ക് ഹരിപ്പാട് ജീവിച്ച് അവിടെ ജീവിച്ച് ജനിച്ച് വളരേണ്ട ആള് കുണ്ടറയിൽ വന്ന് പെടേണ്ട ഒരു ആവശ്യമില്ല. കുണ്ടറയിൽ വന്ന് പെട്ടുപോയി. ഇപ്പൊ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? വീട്ടിൽ ആരാണ് മണ്ടത്തരം പറയുന്നത്? അച്ഛനാണോ അമ്മയാണോ ചേട്ടനാണോ? അത് അമ്മുമ്മയാണ് കൂടുതലും മണ്ടത്തരം പറയാം. പ്രായമാകും തോറും മണ്ടത്തരങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അമ്മുമ്മ മണ്ടത്തരം പറയാൻ ഒന്നാമതുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും കൂടി വഴക്കിടാറുണ്ടോ? ആരാണ് എപ്പോഴും വഴക്കിടുന്നത്? എന്ന് പറഞ്ഞിരിക്കണത് ആരാ? ഒരു ദിവസം വഴക്കിടാന്നത്തില്ലേ, അമ്മ ചോറ് കൊണ്ടുപോയി കളയാൻ കൊണ്ടുപോയി. ചോറെടുത്ത് എറിഞ്ഞു കളഞ്ഞു? അല്ല, എടുത്ത് കടകളില്ലേ ചോറിന്റെ അകത്ത് രണ്ടോട് വീടിപൊടി അണ്ണോ ചിഞ്ഞോട്ട് വലിക്കുക. അമ്മയില്ലേ വേസ്റ്റ് പാത്രത്തിന്റെ അടുത്തോട്ട് അച്ഛയില്ലേ വെക്കുന്ന സ്ഥലത്തോട്ട് കളിക്കുമായിരുന്നു. ചോറ്റും മാത്രം എടുത്തിട്ട് ചോറും എടുത്തിട്ട് അമ്മ പോകുന്നു. അമ്മ വേസ്റ്റിലേക്ക് ഇടാൻ പോകുന്നു. അച്ഛൻ ഇടലടി ഇങ്ങോട്ട് പറയുന്നു, ഇല്ല ഞാൻ ഇട്ടേ അടങ്ങൂ എന്ന് പറയുന്നത്. ഇല്ല ഞാനിത് കഴിച്ചോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് തിന്നണ്ട എന്നും പറഞ്ഞ് അങ്ങോട്ട് വേസ്റ്റ് കളയാൻ പോകുന്നു. അവസാനം വേസ്റ്റിലേക്ക് പോയോ ബെസ്റ്റ് അലമാരയിലേക്ക് വന്നു? ചോറാണ് ഏറ്റവും വലുത്. ആ ചോറിന് വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുന്ന ഒരുപാട് ആൾക്കാർ. എനിക്ക് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടം പൊറോട്ട. ഇവിടെ ചോറ് കളയരുതെന്നുള്ള നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ചോറ് പോയാലും പോട്ടെ, എനിക്ക് പൊറോട്ടയാണ് കാര്യവും. പുറകോട്ട് പോകരുത്, മുമ്പോട്ടും പോകരുത്. ജയിച്ചാൽ പുറകോട്ട് പോകുന്ന കളിയാണ് ഈ വടംവലി. നമ്മൾ ജയിക്കുന്നതോറും നമ്മൾ പുറകോട്ടാണ് പോകുന്നത്. അത് നല്ലതാണ്. അല്പം പുറകോട്ട് അന്നത്തിന് വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. അമ്മയാണോ പാവം, അച്ഛനാണോ പാവം? അമ്മയെ കണ്ടാലും എവിടെയോ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി കുറുമ്പുള്ളത് പോലെ തോന്നുന്നു. പക്ഷെ നല്ലതായിരിക്കാം ചിലപ്പോൾ, അല്ലേ? ചിലപ്പോ അമ്മ നല്ലതാവും, ചിലപ്പോ അച്ഛനും നല്ലതാവും, ചിലപ്പോ രണ്ടുകൂടി ഒരുമിച്ച് വായിക്കോളും. പക്ഷെ ഞാനും വീട്ടിൽ ഇത്തിരി സ്വസ്ഥതയും സമാധാനവും വരുന്നത് ഇവര് തമ്മിൽ ചണ്ട കൂടുമ്പോഴാണ്. അപ്പൊ അത് കാണാനും കണ്ടിരിക്കാനും രസിക്കാനും അങ്ങ് കറങ്ങണ ഫാനിന്റെ അടിയിൽ നിന്ന് ഉറങ്ങാനും ഒക്കെ ഞങ്ങളെ പറ്റിയല്ലേ കള്ളമാ ഒന്നും മോശിക്കാൻ പറ്റത്തില്ല. വിലപിടിപ്പുള്ളതൊന്നുമില്ല, എന്തൊക്കെയുണ്ട് കേട്ടിരിക്കാൻ. കള്ളന്മാർക്കൊരു സുവർണാവസരം, സന്തോഷ വാർത്തയാണ്. കള്ളന്മാരുടെ ഇവരുടെ വീട്ടിൽ മോഷ്ടിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്, പറഞ്ഞു കൊടുത്തോളൂ. ചെവി മാത്രം ഇല്ലില്ല പറയില്ല. ഒരുപാടുണ്ട്. എന്തോരം സാധനമുണ്ട്? സ്വർണ്ണ വിളക്ക്, ഞാൻ പറയണ നമ്മൾ തമ്മിൽ പറഞ്ഞു. സ്വർണ്ണ വിളക്ക്, സ്വർണ്ണ ഒരുപാട് വള, അലമാരയിലാണോ? പിന്നെ സ്വർണ്ണമാല, വീടിന്റെ കളർ ഏതാണത്തെ? വീടിന്റെ കളർ ഏതാ? കറക്റ്റ് അടയാളം പറഞ്ഞു. സ്വർണ്ണ കളർ വീടിന്റെ കളർ. എവിടെ സ്ഥലം ഏതാണ്? ഏരിയ ഏതാണ്? ഈ ആഴ്ച എനിക്ക് ഏതായാലും ഒഴിവില്ല. കാടിന്റെ അകത്തേക്ക് പോകണം. കള്ളന്മാരുടെ വിചാരം കാടിനകത്ത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോണില്ല. തൊഴാൻ പോയിട്ട് വിഗ്രഹം എടുത്തിട്ട് പോകുന്ന ടീമാണ് ഇവിടെ നാട്ടിലുള്ളത്. ആ പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടുവോ? ആരാ വീട്ടിൽ പാട്ട് പഠിപ്പിക്കുന്നത്? അച്ഛനാണോ അമ്മയാണോ? അമ്മ. അമ്മക്ക് വീട്ടിൽ പാട്ട് പഠിപ്പിക്കലാണ് ജോലി. മക്കളെ വളർത്തുകയോ പാചകം ചെയ്യുകയോ അവരുടെ കാര്യങ്ങളും നോക്കുന്നു അല്ല നമ്മുടെ പണി. ഖത്തറിലിരുന്ന് അച്ഛൻ ശ്രദ്ധിക്കുക, വീട്ടിൽ പാട്ട് പഠിപ്പിച്ച് സമയം കളയല. പിന്നെ എങ്ങനെ കുട്ടികൾക്ക് അറിവുണ്ടാവും? എപ്പോഴാണ് അമ്മ പാട്ട് പാടുന്നത്? രാത്രിയോ പകലോ? എത്ര മണിക്ക്? രാത്രി എത്ര മണിക്ക് പാട്ട് പാടും? 5 മണിക്ക്. വെളുപ്പിന് ഉറക്കമില്ലാതെ വെളുപ്പിന് 5 മണിക്കിരുന്ന് പാട്ട് പാടുന്ന ഒരു കുട്ടിയുടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള പാട്ടാണോ? അല്ല. മോളെപ്പോഴാണ് പാടുന്നത്? ഉച്ചക്കാണ് ഇരുന്ന് പാടുന്നത്. അവിടെ ഒരു കൊച്ചിൻ്റെ അമ്മ വെളുപ്പിന് 5 മണിക്കാണ് പാടുന്നതെങ്കിൽ ഇത് ഉച്ചയ്ക്കിരുന്നാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എവിടെ ഇരുന്നാണ് പാടാറ്? വീട്ടിൽ. ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴായിരിക്കും പാട്ട്. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് അമ്മ സ്കൂളിലേക്ക് പോകുന്നു. അമ്മ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിനകത്ത് ഒരു പിടുത്തം വലിയ നടക്കുമ്പോൾ ഒരു ചെറിയ പാട്ട്. ആ പാട്ടാണ് നമുക്കിപ്പോൾ ആവശ്യം. ആ പാട്ട് പാടാം. മണല് കരിഞ്ഞു പറക്കും, നെന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു. മണല് കരിഞ്ഞു പറക്കും, നെന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു.
കൊന്നു താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. കൊള്ളാം, നല്ല പാട്ട്. നല്ല പാട്ട് പാടിയതുകൊണ്ട് പട്ടും വളയും തന്നെ ഒന്നുണ്ട്. ഇപ്പൊ തൽക്കാലം വളയും ഒരു മോതിരവും. കൈയടിച്ചേ. ഇടുക്കി കുട്ടി കുമാരനാശാന് പട്ടും വളയും കിട്ടി. ഇപ്പൊ മോക്ക് എന്ത് കിട്ടി? ആര് തന്നു? മാമനിപ്പോൾ അതേ തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അവിടെ ചെന്ന് പറയാം. സൂപ്പർ കിഡ്സിൽ എനിക്ക് മാമൻ എന്ത് തന്നു? മോതിരയും. അച്ഛന്റെ പേരെന്താന്നാ പറഞ്ഞത്? അനിൽകുമാർ ടി. പഠിച്ചു 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 പഠിച്ച അവസാനം ആരാകും? ടീച്ചറാണ്. അമ്മയെ പോലെ ഒരു ടീച്ചർ ഇല്ലേ? അമ്മയെ പോലെ ഒരു ടീച്ചർ. അപ്പൊ കള്ളനാകാഞ്ഞു നന്നായി. അപ്പൊ അമ്മയെ പോലെ ഒരു ടീച്ചർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറാണ് നല്ലത്. ജ്ഞാനം, വിജ്ഞാനം, പ്രജ്ഞാനം. പഠിച്ച വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് പുണ്യം കിട്ടും, ഗാന്ധി കിട്ടും, സുഖം കിട്ടും, നല്ല ജീവിതമാണ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം? അച്ഛനേതാണ് ആയിരിക്കുന്നത്? കറുത്തത്. ഈ വെളുത്തതും ഇത് അമ്മ വെളുത്തതാണോ? അച്ഛനെ കെട്ടിയ അമ്മ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അച്ഛൻ കറുത്തു പോയത്. അമ്മ അതിനു മുമ്പ് നല്ല വെളുത്തായിരുന്നു. പിന്നെയുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. അമ്മ നന്നായിട്ട് വിളിക്കുകയും ചെയ്തു. മുഖം കാണട്ടെ അമ്മയുടെ. നാണത്തിൽ പൊതിഞ്ഞ് നമ്രമുഖിയായിട്ട് ഇരുന്ന് അമ്മ നിൽക്കുന്നു. അമ്മയെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അച്ഛനും നാണത്തിൽ പൊതിഞ്ഞ് നമ്രമുഖിയായിട്ട് ഇങ്ങനെ നിന്നു. നാണം കൊണ്ടാണോ? ഇല്ല, കിട്ടണ കണക്കൂട്ടി നോക്കുക. കിട്ടണ സ്ത്രീധനത്വം കൊണ്ട് ഉണ്ടായിരുന്ന ഇടമൊക്കെ വീട്ടാൻ പറ്റുമോ എന്ന് ഇങ്ങനെ. അച്ഛൻ കറുത്തതൊന്നും അല്ല, അച്ഛൻ വെളുത്തതാ കേട്ടോ. അച്ഛന്റെ പേരെന്താണ്? അജയകുമാർ. അജയകുമാർ. നമ്മുടെ പേരും വീണ. എവിടെ വീണ്? എവിടെ വീണ്? വീണ. വീണ അല്ലേ? സംഗീതവുമായിട്ടൊക്കെ അമ്മക്ക് വല്ല ബന്ധമുണ്ടോ? അച്ഛനുമായിട്ടേ ബന്ധമുള്ളൂ. ആയിക്കോട്ടെ. അമ്മ പാടാറുണ്ടോ? എപ്പോഴാ പാടുന്നത്? രാത്രി. എത്ര മണിക്ക്? 5 മണിക്ക്. വീട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആർക്കാണ്? എനിക്ക്. അവർക്ക് രണ്ടുപേർക്ക് ഇല്ലാണ്ടായി പോകുന്നത് അമ്മയുടെ കൂടെ ഇങ്ങനെ താമസിച്ച് അച്ഛന്റെ ബുദ്ധിയും പോയി. ക്ലാസ്സിലൊക്കെ വരാറുണ്ടോ മോന്റെ? ആര് വരും? അമ്മ. എന്തിനാ വരുന്നത്? എന്നെ വിളിക്കാൻ. കൊണ്ടുവരാനും കൊണ്ടുവിടാനും അമ്മ തന്നെയാണോ വരുന്നത്? അതിനൊക്കെ സമയം കിട്ടുമോ മാഡത്തിന്? എവിടെയാണ്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെവിടെയാണ്? നല്ല സ്കൂളാണോ? കുറെ കുട്ടികളുണ്ടോ അവിടെ? മോന്റെ ടീച്ചറിന്റെ പേരെന്താണ്? ഉഷ ടീച്ചർ. ഉഷ ടീച്ചർ ആളെങ്ങനെയുണ്ട്? ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആരാ? നുണ പറഞ്ഞതിന് മാപ്പുറ വേണ്ടാത്ത നുണ പറഞ്ഞിട്ട് ഞാൻ നുണയും കൂടി പറഞ്ഞിട്ട് വേണം. നന്നായിട്ട് പഠിക്കുമോ അമ്മ? ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് ആരും ഇല്ലേ ക്ലാസ്സിൽ? അങ്ങനെ ആരും പഠിക്കുന്ന ഒറ്റ കുട്ടികളുള്ളൂ അവിടെ? കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലൊക്കെ ഇടയ്ക്ക് പോകണം. പഠിക്കും. കംപ്ലൈന്റ് ഒന്നുമില്ല. ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് നമ്മുടെ സ്വഭാവം കിട്ടില്ലേ? അല്ലെങ്കിൽ വേറെ ആളുടെ സ്വഭാവം കിട്ടുമോ? മാതാപിതാക്കളിൽ കുരുത്തക്കേട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഓഹരി കിട്ടി. ഇനി അച്ഛൻ്റെ ഓഹരി കിട്ടണം. ബുദ്ധി, നല്ല ബുദ്ധിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സമ്മതിക്കുന്നില്ല. അച്ഛനും അമ്മയും എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോവുക. ഉറങ്ങരുത് കേട്ടോ. ഞാനിപ്പോൾ വരുമോ? ഉറങ്ങരുത് കേട്ടാ. മോളിൽ നിന്നൊക്കെ താഴെ വീണ് അടുത്ത ബുധനാഴ്ച താഴെ എത്തുമോ? ശ്രദ്ധിക്കുക. അപ്പോൾ അച്ഛനും അമ്മയും എവിടെ കൊണ്ടുപോകും? ബീച്ച്. അടുത്ത് തന്നെയാണ്. കൊല്ലത്ത് വന്ന ഒരു ബീച്ച് കാണും അല്ലേ? സിനിമയ്ക്ക് കൊണ്ടുപോകുമോ? അത്യാവശ്യം നിങ്ങൾ പൈസയൊക്കെ ചിലവാക്കാറുണ്ട് അല്ലേ? പൈസയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് അമ്മ പറഞ്ഞേട്ടാ. ഇല്ലെങ്കിൽ ഞാൻ പോകണം, കറങ്ങണം. കുട്ടികളുമായിട്ട് ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോകണം. അവർക്ക് സിനിമയൊക്കെ കാണിച്ചു കൊടുക്കണം. അതൊക്കെ നല്ല ശീലങ്ങളാണ്. പാട്ട് പാടുമോ? ഒരു പാട്ട് പാടിക്കാൻ പറ്റുമോ? കുഞ്ഞിലും കൈവേശിനി തോണിയേറിപ്പോയില്ലേ വിടാതെ എന്തിന് എന്നെ വിട്ട് എന്നെ പോയി മഞ്ചാടിക്കുരുവി എന്നെ വിട്ട് എന്നെ പോയി മഞ്ചാടിക്കുരുവി. കൊള്ളാം. ഈ ആറ്റുമണലാണ് കൂടുതൽ സൂപ്പർ കിഡ്സിൽ ഇറക്കിയത്. പിന്നെ എന്താണ്? ഈ 2 പാട്ടാണ് സൂപ്പർ കിഡ്സിലെ സൂപ്പർ ഗാനങ്ങൾ, ദേശീയ ഗാനങ്ങൾ. ഇതാണ് പഠിക്കാനും എളുപ്പം, പാടാനും എളുപ്പം. വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട, ബുദ്ധി കൊടുത്ത് പ്രവർത്തിപ്പിക്കുകയും വേണ്ട. അമ്മ പഠിപ്പിച്ചതായിരിക്കും അല്ലേ? അല്ലേ? പിന്നെ ഞാനിങ്ങനെ ആയിപ്പോയി. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. കഥ വല്ലതും പറയൂ.
ഇല്ല. ഒരു കഥയില്ലാത്ത ആളാണ്. ഖത്തറിലാണ് അച്ഛൻ. അച്ഛന്റെ പേരെന്താണ്? കൊടുക്കാൻ വേണ്ടി അച്ഛന്റെ പേര് തന്നെ 1.5 കിലോമീറ്ററാണ്. ഇനി അതിന്റെ കൂടെ മോന്റെ പേരും കൂടി ചേർക്കേണ്ടതാണ്. മോന്റെ പേരെന്താണ്? സിഹാൻ സുനിൽ. അപ്പൊ ഒന്ന് മൊത്തത്തിൽ പറഞ്ഞ്. അല്ല, ഞാൻ തമാശയ്ക്ക് ചോദിക്കണല്ല, സീരിയസ് ആയി. അമ്മ ഒന്ന് പറഞ്ഞു. സിഹാൻ സുനിൽ. ഒന്നുകൂടി പറഞ്ഞു. ഞാൻ അത്ര സെക്കൻഡ് വരും എന്നറിയാം. സിഹാൻ സുനിൽ. 3.5 മിനിറ്റ്. വീട്ടിൽ എന്തെന്നാ വിളിക്കുന്നത്? അച്ഛനെ അല്ല, അച്ഛനെ എന്തുകൂടെ വിളിച്ചോട്ടെ, നമുക്ക് ഇവിടെ പറയണ്ട. ഞാൻ ചോദിക്കണത് മോനെ എന്തെന്നാ വിളിക്കണത്? അമ്മ വിഷയടപ്പു അല്ലേ? അയ്യോ പാവം പിടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എളുപ്പത്തിൽ ഇടുന്ന പേരാണ് അപ്പു അല്ലെങ്കിൽ ടിപ്പു. ടിപ്പു നിസാരല്ല, ടിപ്പു സുൽത്താനുണ്ട്, അപ്പുക്കുട്ടനുണ്ട്, അപ്പുണ്ടിയുണ്ട്, അപ്പുമാരാരുണ്ട് ഇല്ലേ? അപ്പുമാമയുണ്ട്, ഉപ്പുമാങ്ങയുണ്ട്, എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അപ്പു ആണ് ഈ ഇരിക്കണം. അപ്പു പഠിക്കുവോ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അതും ഏകദേശം ഈ നീളമാണ്. സ്കൂളിന്റെ പേരും മോന്റെ പേരും എന്താണെന്ന് ബസ്സിലിരിക്കുമ്പോ ആരോടെങ്കിലും ചോദിച്ചു പോയാൽ ബസ് പോയി അടുത്ത ബസ് വന്നാലും ഈ പേര് പറഞ്ഞ് അവിടെ നിന്ന് തീർന്നിട്ടുണ്ടാവില്ല. എന്താ സുഖിലേ, വല്ല ഡിഗ്രിയും കൂടി എടുത്താലൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഇപ്പോൾ ഡോക്ടർമാർ ഡിഗ്രി എടുത്ത ഉടനെ എഴുതി വെക്കും. DHMS, MBBS, LLB, PhD എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. അതും കൂടി ഈ കൂട്ടത്തിൽ ഒരു 4 ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ കവിതയാവും ചങ്ങം പോയണം. ആരാകും വളർന്ന് വലുതാകുമ്പോൾ? എന്നിട്ട് ആരെ പരിശോധിക്കും ആദ്യം? മാറിയിട്ടില്ല സോ. മോൻ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഖത്തറിന്ന് അച്ഛൻ വരാറുണ്ടോ? നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്തുന്നില്ല മോനെ. എന്നാ പോണേന്ന് നാട്ടുകാരോട് പണ്ട് ചോദിക്കണമെങ്കിൽ അച്ഛൻ വന്ന് ഇറങ്ങണം എന്ന് തന്നെ ചോദിക്കും. ഏട്ടാ നീ എന്നാ പോണേ? ചേച്ചിയുടെ പേരെന്താണ്? അതെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് സഞ്ജന. സജ്ജനങ്ങളുമായിട്ട് കൂട്ടുപിടിക്കണം, സജ്ജനങ്ങളുമായിട്ട് നല്ല പ്രവൃത്തികൾ വേണം. അല്ലേ സജ്ജന നല്ല പേരാണ്. 2 ജായ ഉള്ളവരൊക്കെ നല്ല മിടുക്കന്മാരാണ്. പേരിൽ ജയൻ അറിയില്ലേ? ജയമാലിനി, ജയലളിത, ജായുള്ളവർ KG യേശുദാസ്, KG മാർക്കോസ്, ജയേന്ദ്രൻ, ജാനകി, ഡേവിഡ്, ജിക്കി, ജോത്സന, സുജാത, സാജൻ. പാട്ടുപാടി ആറ്റുമടലാണ്. പിന്നെ ഖത്തറിലുള്ള സുനില് ഇത് കേട്ടോളൂ, പേടിക്കണ്ട, പഠിക്കും. കുടമുള്ള പൂവേണു പൊന്മരേ തേൻ വണ്ടു ഞാൻ വരരേ തേൻ വണ്ടു ഞാൻ. ഇതൊന്നും ഞാൻ പാടിക്കൊടുത്തോട്ടെ, കാരണം ഏത് പാട്ടാണ് ഇപ്പൊ അവർ ചോദിക്കുന്നുണ്ട്. ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരമാശകളാലത് പൊൻവല നീ തേൻ വണ്ട് ഞാൻ. ഇതാണ് പാട്ട്. അപ്പൊ അതിന്റെ ബുക്ക് ഇറക്കുന്നുണ്ട്. അതിന്റെ ബുക്ക് എത്രയും വേഗം ഇടവഴിയിൽ നിന്ന് ഈ ഇടവഴിയിലേക്ക് ഇറങ്ങുക. അപ്പൊ സംഗതി കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. ഉറങ്ങാൻ സമയമായില്ലേ? മിടുക്കനാണ്, അപ്പൊ കൊള്ളാം. അപ്പൊ ഇന്നത്തെ ദിവസം കുറച്ച് കഥകൾ നമുക്ക് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കരയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. നല്ല മിടുക്കന്മാർ, ഒരു മിടുക്കിയും വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ പാലിച്ചു. നമ്മളിന്ന് കുളിക്കാതെ അമ്പലത്തിൽ പോയത് കൊണ്ടാണ് ആ കുഴപ്പമൊക്കെ സംഭവിച്ചത്. കുഴപ്പമില്ല, ആരും ഇതറിയാനൊന്നും പോകുന്നില്ല. അപ്പോൾ സന്തോഷമാണ്. ചെറുതാണ്, കുട്ടികളാണ്, അവർക്ക് രസകരമായി അവർ തോന്നുന്ന കാര്യങ്ങൾ അവർ വിളിച്ചു പറയും. പക്ഷേ അവർക്ക് മാതാപിതാക്കളോട് ബഹുമാനവും സ്നേഹവും ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇത് പറയാൻ തന്നെയാണ് ഈ മാതാപിതാക്കളിവിടെ കൊണ്ടുവരുന്നതും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും. ആരോഗ്യപരമായ തമാശകളാവാം, ഇഷ്ടമാവാം, എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് സമ്മാനം. അപ്പോൾ സമ്മാനം നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. ഗൾഫിൽ ആരെങ്കിലും ഉള്ളത് ആരൊക്കെയാണ്? ഗൾഫിൽ ഉള്ളവരാരൊക്കെയാണ്? അച്ഛനും അമ്മയും ആരൊക്കെയാണ്? ഗൾഫിലുള്ളവരാരെങ്കിലും ഉണ്ടോ? ബന്ധുക്കളുള്ളവരുണ്ടോ? ആരാണ് ഗൾഫിലുള്ളവർ? കൈബുക്ക്. ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ആരുണ്ട്? ആളുള്ളതുകൊണ്ട് അവർ തരും. മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന ഒരു സമ്മാനം ഇല്ലേ? പിന്നെ അച്ഛൻ എവിടെയാ പറഞ്ഞത്?
ഗൾഫില്. ആ ഗൾഫിലുള്ളവർക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന് തരും കേട്ടാ. ഗൾഫിലുള്ളവർക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന് തരും. പിന്നെ കൊല്ലത്തുള്ളവരാരൊക്കെയാണ്? കൊല്ലം ഓടാനവട്ടത്തുള്ളവരാരാ? അവർക്ക് സമ്മാനമില്ല. ഇവർക്കാണ്. ആരുടെ കൂടെ വന്നേക്കണം? അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വന്നവരാരാണ്? കാണാം, നമുക്ക് വീണ്ടും കാണാം. രാത്രി ശുഭ്രാത്രി.